അല്ല, അത് കഴിഞ്ഞതിന് ശേഷം നദികളുടെ പോലും കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വേറൊരു സബ്ജക്റ്റാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു അത്. അതിന്റെ സ്ക്രിപ്റ്റിങ്ങും ബാക്കി പരിപാടിയൊക്കെ ബാംഗ്ലൂർ വെച്ചാണ് നടന്നത്. അപ്പൊ അവിടെ വെച്ചാണ് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീഹരിനെ ഇൻവൈറ്റ് ചെയ്തത് ഈ പടത്തിലോട്ട്. അപ്പൊ അത് ഏകദേശം എഴുതി കഴിഞ്ഞു. അതിന്റെ ബഡ്ജറ്റ് വൈസ് കുറച്ച് കൂടുതലാണ്. പിന്നെ അത് വളരെ അതിന്റെ നീക്കുപോക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ട് സമയത്ത് ഞാൻ പറഞ്ഞു ഇനി അത് നീണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഓരോ വർഷം ഇങ്ങനെ കടന്നു പോകും, അതിനിടയിൽ ഒരു പടം ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഇങ്ങനെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് ഓൾറെഡി ഇതിന്റെ ഒരു ത്രെഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പല സമയങ്ങളായിട്ട് ഞാനത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നിങ്ങൾക്കറിയാം, സ്വറമായ എന്നൊരു പടത്തിന്റെ എഡിറ്റർ രതിൻ രാധാകൃഷ്ണൻ. രതിനോടാണ് ഞാൻ ഈ കഥ എപ്പോഴും ഡിസ്കസ് ചെയ്യാം. രതിൻ പല അഭിപ്രായങ്ങൾ പറയും. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ശങ്കർ ശർമ്മ, ഇവരോടാണ് ഞാൻ എപ്പോഴും ഇതിന്റെ ഈ കഥ പറയാം. ആ കഥയിൽ എനിക്കൊരു വിശ്വാസം വന്ന സമയത്താണ് ഞാൻ ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള ശ്രീഹരിയോട് ഞാൻ ഈ സബ്ജക്റ്റിനെ പറ്റി പറയും. പിന്നെ നമ്മളത് അതങ്ങ് ചെയ്തു. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് ഓണമെന്ന് ഞങ്ങൾ പ്രതീക്ഷയല്ല. ശ്രീഹരിപുരമൊക്കെ ഞാനൊരു ഉറപ്പ് കൊടുത്തു, എന്തായാലും ഈ പടം നമ്മളൊരു 6 മാസത്തിനുണ്ട് അല്ലെ, എഴുതി കഴിഞ്ഞാൽ ഒരു 6 മാസം 5 മാസം ഈ പടം നമ്മൾ ഓണാക്കുന്നു പറഞ്ഞു. അത് ഏറെക്കുറെ ദൈവാനുഗ്രഹം കൊണ്ട് ദൈവത്തിന്റെ രൂപത്തിൽ ശ്രീധരനും അതുപോലെ സുധീഷേട്ടനും കത്തിസാരൊക്കെ വന്നുകൊണ്ട് അത് നടന്നു ഭംഗിയായി തന്നെ. ഞാൻ ഇവരെ ഇരുത്തിക്കൊണ്ട് പറയല്ല, പ്രൊഡക്ഷൻ തന്നെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ പടം ഇതിന്റെ വിജയം എന്ന് പറയും. കാരണം പ്രൊഡക്ഷൻ അത്രത്തോളം നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിനും നോ എന്ന് പറയാറില്ല, അത് ഓക്കെ ആണെങ്കിൽ ചെയ്താന്ന് മാത്രമേ പറയും. ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ വരുമ്പോഴേ നമുക്ക് നല്ല ഔട്ട് കിട്ടുള്ളൂ. അത് ഒരു ഡയറക്ടേഴ്സ് നമുക്ക് സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു നല്ല മഹാഭാഗ്യമാണ്. ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, പുഴത്തുന്നല്ല, അടുത്ത് പടം തരാൻ വേണ്ടി പറയുന്നതും അല്ല. ശ്രീധരനാണെങ്കിലും സുധീഷേട്ടനാണെങ്കിലും കട്ടക്ക് കൂടുതലായിരുന്നു ഈ സമയം വരെ. നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് അവർ തോളത്ത് കൈതട്ടി അതല്ല ശരിയാവുന്നവർ തട്ടി സമാധാനിപ്പിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാകാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രണ്ടിരിക്കുന്ന ഈ നവരസ ഫിലിംസ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നുള്ളത്. വലിയ റോളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെന്തായാലും ഈ പണം കൊണ്ട് മാറും. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് സ്പോട്ട് ഇംപ്രൈസേഷൻ നമുക്ക് ഇവരെല്ലാവരും കൂടെ നമുക്ക് ചെയ്യാനും പറ്റി. ഈ പടം വലിയൊരു വിജയമാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ കണ്ടന്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഏതാണ് എന്നുള്ളൊരു ചെറിയൊരു ബോധ്യമുണ്ട്. കാരണം എല്ലാ ആഴ്ചയും നമ്മൾ കണ്ടന്റുകൾ ഇറക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടന്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ഉറപ്പുണ്ട്. എന്റെ വർക്കുകൾ കുറച്ച് തന്നതും നമ്മളെ സ്ട്രെസ്സും ടെൻഷനും കുറച്ചൊന്നും അങ്ങനത്തെ സീനിയർ ആക്ടേഴ്സ് ഉള്ളതാണ്. പ്രത്യേകിച്ച് ആൽബിച്ചേട്ടനാണ് ഇതിന്റെ DOP, പിന്നെ സുഭാഷ് ചേട്ടനാണ് പ്രൊഫഷണൽ, പിന്നെ അതേപോലെ സൂര്യചേട്ടൻ എഡിറ്റർ. സൂര്യചേട്ടൻ്റെതായ ഒരു കാര്യങ്ങൾ ഇത് ചെയ്യുന്ന ആൽബിച്ചേട്ടൻ അതേപോലെ. പിന്നെ ബാക്കി അതേപോലെ വർക്ക് ചെയ്ത എല്ലാ ടീം മെമ്പേഴ്സിനോടും എനിക്ക് ഈ ഒരു അവസ്ഥയിൽ താങ്ക്സ് പറയണം. കാരണം എല്ലാവരും അത്ര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ്. ഈ ഒരു കുഞ്ഞു ഫിലിം ഒരു വലിയ ഫിലിമാക്കി തരണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും സീനിയർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളറാണ്.